ഇവിടെ സംഭവിച്ചത് എന്താണ്? അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി കിഷൻ ബർവാദ് എന്ന് പറയുന്ന ഒരു ഗുജറാത്തി, വെറും യുവാവായിട്ടുള്ള 27 വയസ്സുകാരനായിട്ടുള്ള ആ യുവാവിനെ 2 പേര് ബൈക്കിൽ പിന്തുടർന്ന് വെടിവെച്ചാണ് കൊന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടി പിസ്റ്റൾ കൊടുത്തു വിട്ടത് ഒരു പള്ളി ഇമാമുമാണ്. ഇവരെല്ലാവരെയും തൂക്കിയെടുത്ത് നമ്മൾ ATS അകത്തിടുകയും ചെയ്തു. അങ്ങനെ അകത്തിട്ട സമയത്ത് അവിടെ വലിയ തോതിലുള്ള അക്രമങ്ങളും അവിടെ അരങ്ങേറുകയുണ്ടായി. ഇത്തരം വിഷയങ്ങൾ ഈ 2022 മാത്രം നടന്നിട്ടുള്ള വിഷയമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടും എടുത്തു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയം, ഇതൊരിക്കലും നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്തിൻ്റെ പേരിലാണ് ഈ വിഷയം നടന്നിരിക്കുന്നത്? സംഘപരിവാറിനെ എതിർക്കുക എന്ന പേരിലാണോ? അല്ല. മുഹമ്മദ് നബിയെ അവഹേളിച്ചു, ബ്ലാസ്ഫമിയാണ് അവിടെ ആരോപണം വിധേയമായിരിക്കുന്നത്. അതായത് മതനിന്ദ, നബി നിന്ദ എന്ന് പറയുന്നത്. അപ്പം മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മറ്റ് സമുദായത്തിലെ ആളുകളെ ഇതുപോലെ കൊല്ലാനും കൊലവിളിക്കാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത് ഇന്ത്യയാണ് എന്ന് പോലും മറന്നുകൊണ്ട് അത് ചെയ്തു വെക്കുമ്പോൾ, തിരിച്ചുള്ള ഇതുപോലെയുള്ള ആഞ്ഞടികൾ ഉണ്ടാകുമ്പോൾ അവിടെ കാണുന്നത് പിന്നെ സംഘപരിവാർ ആക്രമിക്കുന്ന എന്നൊരു കരച്ചിൽ മാത്രമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ, കനയ്യലാലിൻ്റെ കൊലപാതകമായാലും അതല്ലെങ്കിൽ ഈ കിഷൻ ബർവാദിൻ്റെ കൊലപാതകമായാലും എവിടെയായിരുന്നു ഇവിടെ മറ്റ് പുരോഗമനവാദികളും അതുപോലെയുള്ള ആളുകൾ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു മർഡർ നടക്കുന്നതിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നടക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കാതെ പോകുന്നത്? ഇവിടെയാണ് നമ്മളെപ്പോഴും പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വളരുന്നത് ന്യൂനപക്ഷ വർഗീയതയുടെ ചുവട് പിടിച്ചിട്ട് തന്നെയാണ് എന്ന്. അതല്ലാതെ തിരിച്ച് ഇനി ഇത് ഇങ്ങനെ ഒരു സംഗതി, നബിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം വരുമ്പോൾ, അതിനെതിരെ ഭീഷണി വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? സംഘപരിവാറുകാർ നേരെ ഇറങ്ങി വന്ന് വടിവാളെടുത്ത് ഇവരുടെ വീട്ടിൽ കയറി വെട്ടുകയാണോ ചെയ്തത്? അല്ല. അവർ ചെയ്തത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെ പോലീസ് സംവിധാനമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. കനയ്യലാൽ കൊടുത്തു പോലീസിൽ കംപ്ലൈൻറ്റ്. അവിടെ നമ്മളുടെ കിഷൻ ബർവാദ് അവനും കൊടുത്തു പോലീസിൽ കംപ്ലൈൻറ്റ്. അവന് ആദ്യം മറ്റുള്ള ആളുകളാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തത്. അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു, അവരെ ഇറങ്ങുന്നു അതിനകത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം. അതിനുശേഷം അവർ പറയുകയാണ് ഞങ്ങൾക്ക് നേരെ വീണ്ടും വധഭീഷണികൾ നിലനിൽക്കുന്നു, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വീണ്ടും സമീപിക്കുന്നു. പോലീസ് അവിടെ ആ ഒരു കാര്യത്തിനോട് അധികം അനുകൂലമായല്ല അവിടെ നിലകൊണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് കനയ്യലാലിൻ്റെ കടയിൽ കയറി കഴുത്ത് വെട്ടുന്നതും ഈ കിഷൻ ബർവാദിനെ വെടിവെച്ച് കൊല്ലുന്നതുമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ 2 വിഷയങ്ങളും ഇതുപോലെയുള്ള മറ്റ് പഴയ പല വിഷയങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ ആണോ അല്ല മുസ്ലിമിനെതിരെ ഇവിടെ വിദ്വേഷം പടർത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മതപരിവർത്തനത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെയാണ് ഇന്നിവിടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, വർഗീയത വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. ഇന്ന് അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും പോലെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് RSS മാത്രമാണ് കടന്നു വരുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. RSSലെ ഇതുപോലെയുള്ള പല തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാകണം പലരും പലതും ഒക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോഹൻ ഭഗവതൊക്കെ പലതും മാറ്റി പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണും. വിചാരധാരയെ പോലും തള്ളി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഈ പള്ളിയുടെ അകത്ത് ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ശരിയാണ്, അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ആ പറച്ചിലിൽ അതിനോട് താല്പര്യം കുറവുള്ള ആളുകൾ, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ RSSൽ നിന്നും വിട്ടുമാറി ഇതുപോലെയുള്ള തീവ്ര സംഘടനകളിൽ അഭയം പ്രാപിച്ച് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീവ്ര വർഗീയ നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ സൂക്ഷിക്കണം. ഇതിന് വഴിവെക്കുന്ന ഓരോ സംഭവവും നമ്മൾ തടയേണ്ടിയിരിക്കുന്നു. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നുപൂർ ശർമ്മ വിഷയത്തിൽ ഇവിടുത്തെ BJP എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് നമ്മൾ ആവർത്തിക്കുന്നത്. നുപൂർ ശർമ്മയുടെ ആ ഹെയ്റ്റ് സ്പീച്ച് അല്ലാത്ത ആ വാചകങ്ങൾ അല്ലെങ്കിൽ ആ അഭിപ്രായം, അത് അഭിപ്രായ സ്വാതന്ത്ര്യമായി തന്നെ നിലനിർത്താൻ ഇവിടുത്തെ BJPക്ക് സാധിച്ചില്ല. അവർക്കെതിരെ അവർ ഒരു കുറ്റക്കാരിയായി
എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് BJPയുടെ ആ ഒരു നിലപാട് ഇവിടെ സഹായകമായതും. അത് തന്നെയാണ് അവരെ ഇതുപോലെ പച്ചയ്ക്ക് കൊല്ലാതെ കൊല്ലുന്നതിനും അവരുടെ കോലമൊക്കെ ഉണ്ടാക്കി കെട്ടിത്തൂക്കുന്നതിനും ഒക്കെ ഇവിടെ വഴിവെച്ചത്. അവർക്ക് നേരെ ചെയ്യാൻ അവർക്ക് കഴിയാത്ത പല കാര്യങ്ങൾ, ഇതുപോലെയുള്ള കഴുത്തുവെട്ടലും ശ്രമങ്ങളും എല്ലാം ഇന്ന് നടത്തപ്പെടുന്നത് അവരുടെ മുന്നിൽ വന്നുപെടുന്ന മറ്റ് സാധാരണ ആളുകളുടെ കഴുത്തിന് നേരെയാണ്. അതാണ് കനയ്യലാലും ഇതുപോലെയുള്ള മറ്റാളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കിഷൻ ബർബാദിൻ്റെ കാര്യം അതിന് മുന്നേ നടന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സംഭവിക്കുന്നതെല്ലാം ഇതുപോലെ മതനിന്ദയും അതുപോലെ നബിനിന്ദയും തന്നെയാണ്. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ആ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ വർഗീയ ധ്രുവീകരണത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ, ധ്രുവീകരിക്കപ്പെട്ട ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് ഒരു ട്രൂത്ത്, അതിൻ്റെ ഒരു റീകൺസീലിയേഷൻ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു നിലപാട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ധ്രുവീകരിക്കപ്പെടുന്നതിനാണ് ഇവിടെ സാഹചര്യം ഒരുക്കുക. അതാണ് നമ്മളിവിടെ തടയേണ്ടത്. ആ ഒരു പ്രവർത്തനത്തിന് വിഘാതം നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത് നിൽക്കുന്നതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് കറങ്ങിത്തിരിഞ്ഞ് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് ഇന്ന് ഈ പുതുക്കിയ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ആ ലിസ്റ്റിൽ 2 വേട്ടമൃഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഈ പറയുന്ന ക്രിസ്ത്യാനിയും 2 മുസ്ലിമും. വളരെ അപകടം പിടിച്ചൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഇന്ത്യ എത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം കണ്ടാൽ ഏതാണ് ഹിന്ദു തീവ്രവാദിയെന്നും ഏതാണ് കമ്മ്യൂണിസ്റ്റുകാരനെന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഹെയ്റ്റിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിട്ട് ഇരുകൂട്ടരും മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികളെ പോലെ തന്നെ ആയിരിക്കുന്നു എന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതുപോലെ ഓരോ വിഷയവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തടയുന്നതിന് ഏറ്റവും വലിയ ഒരു റോള് വഹിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെ ഇതേ രീതിയിൽ മനസ്സിലാക്കാനും അത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ആളുകൾക്കാണ്, സ്വതന്ത്ര ചിന്തകർക്കാണ്. അവിടെയാണ് നമ്മളുടെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം അത് നമ്മൾ കോൾ ഔട്ട് ചെയ്യണം. അതോടൊപ്പം ഈ ഭൂരിപക്ഷ വർഗീയത അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ സംഘടനകൾ, അതിനെ നമ്മൾ കോൾ ഔട്ട് ചെയ്യണം. എന്നിട്ട് മിണ്ടാതിരിക്കരുത്. അതിനോടൊപ്പം ഈ ന്യൂനപക്ഷ വർഗീയതയും അതിനെ നമ്മൾ എതിർക്കണം. കനയ്യലാൽ സംഭവം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെടിവെച്ച് വീഴ്ത്തുന്ന സംഭവം, ഇതുപോലെ വധഭീഷണി മുഴക്കിയിട്ടും അതിലൊന്നും ഇടപെടാതെ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന പോലീസ് സംവിധാനം, ഇതിനെല്ലാം നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ സംഘപരിവാർ മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞിരിക്കുന്ന കാലത്തോളം ഈ വിഷയത്തിനൊരു അന്ത്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്കൊന്ന് ഓടിച്ച് പറയാനുണ്ടായിരുന്നത്. അത് പറയാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയം ചെറിയ കാര്യമല്ല, ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് മാത്രം ആവർത്തിച്ചുകൊണ്ട്, ഇതുപോലെയുള്ള അക്രമങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന, നമ്മളെപ്പോലെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന സാധാരണ മനുഷ്യർ, അവരുടെ ആ ഒരു സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മളുടെ ജീവിതം, നമ്മളുടെ രാജ്യത്ത് ജീവിക്കുന്നത്, ഓരോ ആളുകളുടെയും ജീവിതം എങ്ങനെയാണ് ഓരോ ദിവസം ഇതുപോലെ കഷ്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രെയിൻ ഡ്രെയിൻ പോലും എത്രമാത്രം കുഴപ്പം പിടിച്ചതാണ്. ആളുകൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമാണ്, പണ്ടൊക്കെ +2 ഒക്കെ കഴിയുമ്പോൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ഏറെ കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് ചോദിക്കുന്നത് നീ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്ന ചോദ്യമായി മാറിയിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുക. ഇന്ത്യ എന്ന് പറയുന്നത് ഇതുപോലെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ സ്കൂട്ടറും ഗോൾഡും സ്വർണവും അല്ലെങ്കിൽ സിൽവറും ഒന്നും അല്ല വാങ്ങിക്കേണ്ടത്. നിങ്ങൾ ചൂരലുമായിട്ട് നിങ്ങളുടെ ശത്രുവിനെ തേടി ഇങ്ങനെ പതിയിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പോകുന്നത് ഏത് കാലഘട്ടത്തിലേക്കാണ്? മുന്നോട്ടാണോ നമ്മൾ പോകുന്നത്, അതോ പിന്നോട്ട് പഴയ ആ ഒരു ഗോത്ര കാലഘട്ടത്തിലേക്കാണോ? തികച്ചും തെറ്റായ ആശയമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കുഴപ്പത്തിൽ എത്തിക്കുന്നത് സാധാരണ ജനങ്ങളെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ അവസരം ഉപകരിക്കട്ടെ. ഇതുപോലെ കറങ്ങിത്തിരിഞ്ഞ വീഡിയോസ് അത് നിങ്ങൾ അധികം പേർക്ക് ഷെയർ ചെയ്ത് വിദ്വേഷം പടർത്തുന്നതിന് കാരണമാകാതിരിക്കട്ടെ. നിങ്ങളത് ചെയ്യാതിരിക്കുക. കഴിയുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങൾ കൂടി പറയാൻ ഇത് മനസ്സിലാക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നാൽ
ഇത് അവിടെ അലിഞ്ഞില്ലാതെയാകും. ഇതിൻ്റെ ആ ഒരു റാഡിക്കലൈസിങ് പവർ നമുക്കതിനെ അവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.